ഇന്നലെ കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് അതിരടി മൂവിയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവരതിൻ്റെ ടീം മൊത്തം കൂടിയിട്ടുള്ളൊരു ഫെസ്റ്റ് വൈബിൽ സംഗതി അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്രീ എൻട്രി ആണ് എന്നുള്ളത് ഓൾറെഡി അവർ പ്രമോഷൻ ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഫ്രീ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ നാട്ടുകാർക്ക് ഒരുതരം ബാധ കയറിയ പോലത്തെ ഇളക്കാണ്. ടിക്കറ്റ് വെച്ച പരിപാടിയാണെങ്കിൽ പോലും ഇത്രയും സീൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയത് ഈ അതിരടി ഫെസ്റ്റിൽ കുറേ കുട്ടികളെ കാണാതാവുന്നു. ആൻഡ് അതിൻ്റെ ടീം അത് നല്ല രീതിയിൽ അവരത് ഹാൻഡിൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ഈ നാട്ടുകാരോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വിജയുടെ പ്രോഗ്രാമിന് വലിയൊരു ദുരന്തം ഉണ്ടായി. പല സ്ഥലങ്ങളിലും സ്റ്റാമ്പേഡായിട്ട് പലതും നമ്മൾ കേൾക്കുന്നു. ആൾക്കൂട്ടം കൂടുമ്പോൾ അവിടെ ഉന്തും തള്ളിലും എത്രയോ പേര് മരണപ്പെടുന്നു. ഇപ്പോഴും എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മൂഡ് നമുക്ക് ഓക്കെയാണ്. ബട്ട് എങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി സ്വയം നമുക്ക് വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. ഒരു സേഫ്റ്റി മെഷേഴ്സ് സ്വയം കീപ്പ് ചെയ്യാനും നമുക്കറിയില്ല. ഇന്നലെ ഇപ്പോൾ ഞാനതിൻ്റെ വിഷ്വൽസും അതിൻ്റെ വീഡിയോസും കണ്ടപ്പോൾ അത്രയും വലിയ ആൾക്കൂട്ടം, ലക്ഷക്കണക്കിന് ആൾക്കാർ, അത്രയും ആൾക്കാർ വന്ന സ്ഥലത്ത് ഒന്നും സംഭവിക്കാതെ പോയത് അത്രയും ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ സ്വയം നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അപ്പോൾ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്തവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറച്ച് നാട്ടുകാർ. ആദ്യം നമുക്ക് വരുന്നത് ഫ്രീ ആണെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വിഷ്വൽ കാണാം. കാരണം ഇത് ഫ്രീയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ പരിപാടിയും തുടങ്ങുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന മെയ് 1 വൈകിട്ട് കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് അതിരടി ഫെസ്റ്റ് നടത്തപ്പെടുന്നു. 6 മണിക്ക് ശേഷമായിരിക്കും ഫെസ്റ്റ്. ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അറിവുണ്ടായിരിക്കും, ജോബ് കുര്യൻ ഉണ്ടായിരിക്കും, ഡാബ്സി ഉണ്ടായിരിക്കും, പിന്നെ ഉണ്ടായിരിക്കും, പിന്നെ നമ്മളും. അപ്പോ എല്ലാവരും അവിടെ ഉണ്ടാവുക. അപ്പൊ ഡേറ്റ് മറക്കണ്ട, മെയ് 1 വൈകിട്ട് 6 മണിക്ക് കാലിക്കറ്റ് ബീച്ചിൽ. പിന്നെ എൻട്രി ഫ്രീ ആയിരിക്കും. കാശ് സംഗതി നല്ല എ ക്ലാസ് ചളിയായിരുന്നു. കാശ് കൊടുത്താൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കാശ് കൊടുത്തന്നെ കയറ്റണം ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ. ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഓർഗനൈസ് ചെയ്താൽ ഇതിൽ വന്നു പോയാൽ നിങ്ങളെ തലയിൽ വന്നിരിക്കും. കാരണം ഇവിടുത്തെ ക്രൗഡ് ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾ പറയും തമിഴ്നാട്ടിലേക്കും തെലുങ്കാനയ്ക്കും നോർത്തേക്കൊക്കെ നോക്കിയിട്ട് ഇതൊരു താരാരാധന, എന്തപ്പോൾ താരാരാധന, എന്ത് മണ്ടന്മാരെ ആരാധകരെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നല്ലാതെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വന്ന് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ അത് കാണാൻ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്നലെ നടന്ന പ്രോഗ്രാം. എടീ ആരാന്നൊന്നുമില്ല, ഏത് ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് ചെറിയ പിഞ്ച് മക്കളെ കൊണ്ടുപോയ പാരൻസിനോടാണ്. എന്നിട്ട് ആ കുട്ടികളെ അവിടെ നിന്ന് കാണാതാവുക. ഇനി പിഞ്ച് കുട്ടികൾ പോട്ടെ, അത്യാവശ്യം 10-24 വയസ്സുള്ളവരെയും കാണാതായി എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആകെ മൊത്തം കേയോസ്. ഞാനിവിടെ ഈ സൈഡിൽ വയ്ക്കാം. ബാരിക്കേഡൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പെട്ട പാട് ബൗൺസേഴ്സ്. അതിനിടെ ബാരിക്കേഡ് പൊട്ടി വീണ് ഇതിനിടയിൽ പെട്ട കുറേ ആൾക്കാർ. അതിനിടയിൽ ഒരു ചേച്ചി ബോധം കെട്ട് വീണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ ഈ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നവരോടാണ്. ഇതിപ്പോൾ സൈലം അനന്തുവാണ് ഓർഗനൈസ് ചെയ്തത്. ഞാൻ പേഴ്സണലി അനന്തുവിനെ വിളിച്ച സമയത്ത് അനന്തും പറഞ്ഞു, ഇനി ടിക്കറ്റ് വെക്കാതെ ഒരു പരിപാടിയും ചെയ്യണം, പണിയില്ല സായി ബ്രോ. കാരണം അതേ നടക്കൂ. അതാണെങ്കിൽ നമുക്കൊരു ഡാറ്റ കയ്യിൽ കാണും, ഇത്ര ടിക്കറ്റ് സെയിൽസ് നടന്നു, ഇത്ര പേര് വരും, അത്രയും ആൾക്കാരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു കണക്ക് കാണും. ഇത് അതിനൊക്കെ അപ്പുറം ജനസാഗരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി സമ്മേളനത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്നലെ അവിടെ ക്രൗഡ്. അതും ഒന്നാമത് സ്കൂളും കോളേജൊക്കെ ഇല്ലാത്തൊരു ടൈം, ഫെസ്റ്റിവൽ മൂഡ്, പിന്നെ രാത്രി ടൈം, ചൂടും കൂടിയല്ല, രാത്രി ആയതുകൊണ്ട് കാറ്റും ബീച്ചും വൈബ് ആസ്വദിക്കാൻ വരുന്നവർ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങളെ സ്വന്തം സേഫ്റ്റിക്ക് നിങ്ങളൊരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ലേ? സീരിയസ്ലി ഒരു പ്രയോറിറ്റി നിങ്ങൾക്കില്ലേ? നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പാരൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ലേ? വയ്യാത്ത ആൾക്കാർക്ക് സ്വയം അറിയില്ലേ നിങ്ങൾക്ക് വയ്യ? ഒരു ക്രൗഡിനിടയിൽ പോയിരുന്നാൽ നിങ്ങൾ ക്ലോസ്ട്രോഫോബിക് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഫക്കേഷൻ വരും, ഈ ഉന്തും തള്ളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? വെള്ളം കിട്ടാൻ വരെ സ്റ്റേജിന് മുകളിൽ രഞ്ജിനി ഹരിദാസ് വെള്ളം എറിഞ്ഞു കൊടുത്ത് പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിന് മിസ്സാണ് വലിയൊരു ദുരന്തം. ഇനി ഇതിനിടയിൽ ഇതൊക്കെ പോട്ടെ, ഇതൊരു സൈഡിൽ നടക്കുമ്പോൾ ഈ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പാരൻസൊക്കെ നല്ല എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേജിൽ കയറിയിട്ട് കുട്ടികളെ അവരുടെ ആ ഒരു വിഷമല്ലേ അതിന് വേണ്ടിയിട്ട് ഇവർ പാരൻസിനെ സ്റ്റേജിൽ ഇരുന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ നടന്നത്. ഈ സമയത്താണ് അവിടെ ഈ ഇവർ ഇത് ഓർഗനൈസ് ചെയ്ത ഈവൻ ഈ ടൊവീനോ അടക്കമുള്ള രഞ്ജിനി ഹരിദാസും ടൊവീനോ, കാരണം ക്രൗഡിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി
രഞ്ജിനിക്ക് ഒറ്റയ്ക്ക് പറ്റും തോന്നുന്നില്ല. കാരണം അപ്പോഴാണ് ടൊവീനും കൂടിയും കയറിയിട്ട് ഇതിനകത്ത് ആൾക്കാരോടൊന്നും മിണ്ടാതിരിക്കണം നിങ്ങൾ കുറച്ച് നേരം, കാരണം ഇവിടെ കുറേ കുട്ടികൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ 1-2 എണ്ണങ്ങൾ ഇതിനിടയിൽ ഒപ്പിച്ച് വെച്ച പരിപാടി നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അത് ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തതിന് ഞാൻ ഇവർക്ക് വലിയൊരു കയ്യടി കൊടുക്കുക. കാരണം ദ വേ ടൊവീനോ ഇത് കാര്യങ്ങൾ പറഞ്ഞതും രഞ്ജിനി അല്ലെങ്കിൽ അതിൻ്റെ എൻറ്റയർ ടീം, ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ഇതിനു വേണ്ടി അവർ സമയം കണ്ടെത്തി, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ മിസ്സാവുമ്പോൾ അത് അവർ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഷിഫ്റ്റിൽ നിന്നൊക്കെ മാറ്റി അവർ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്തു അവിടെ. അതൊരു വലിയ കാര്യം. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് എന്താ പറയുക, ഒരു സമാധാനമായിട്ടുണ്ടാവും. അതൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നമ്മളെ കുറച്ച് കുട്ടികളെ നമ്മൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ചെയ്യാം. ആയിഷ ഫിദ 11 വയസ്സ്, ഹാജിറ ചെയ്തു തരാം, ഒരു ചേട്ടാ ചെയ്തു തരാം. സുഹൃത്തുക്കളെ, കുട്ടികളെ കാണാനില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആയിഷ ഫിദ 11 വയസ്സ്, ഹാജിറ 10 വയസ്സ്, ഹുസൂൽ 15 വയസ്സ്, മുഹമ്മദ് ഷോബിയാൻ ഷമൽ 19 വയസ്സ്, മറിയ 25 വയസ്സ്, ഫാത്തിമ ഷെൽഹ 16 വയസ്സ്. കോട്ടയത്ത് നിന്നും മറിയ മിസ്സിംഗ് ആണ്. ബിൻറ്റ ഇസ് മിസ്സിംഗ്. മുഹമ്മദ് ഷാഹിൽ ഇസ് മിസ്സിംഗ്. പിന്നെ നേരത്തെ ഒരു ഫസാന ആൻഡ് വയന എന്ന 2 പേരുകളും മിസ്സിംഗ് ആണ്. നമ്മൾ ഈ പേരുകൾ കേൾക്കുന്ന കുട്ടികൾ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരിക. നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലീസ് ബി സേഫ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കൂടെ പ്രിയപ്പെട്ടവരെ, ഷെയ്ക്ക് ഹാൻഡും തരാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെയാണ് കാണാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ? അതൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്ത്, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ, നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക്, അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവേത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കും പ്ലീസ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. തിരിച്ചും ആ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കൊരു യാത്രയുണ്ട്, അത് കാരണം ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ ആ യാത്ര നടക്കില്ല. അതുകൊണ്ടാണ് വിഷ് മീ ലക്ക്. എനിക്ക് ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും സന്തോഷവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ലവ് യു ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേജിൻ്റെ മുകളിൽ. അത് അവരെടുക്കേണ്ട എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ പാസ് ആണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോവാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഷോ ആയിട്ട് മുന്നോട്ട് പോകാം. അവരത് ചെയ്തില്ല. അവർ കൃത്യമായിട്ട് അവിടെ ഇത്രയും കുട്ടികൾ കാണാതായ സമയത്ത് അത് കൃത്യമായി ഓർഗനൈസേഴ്സിനെ അറിയിച്ച സമയത്ത് അവർ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു. അതൊരു ഓക്കെയാണ്. ആൻഡ് ഈവൻ ടൊവീനോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ, അവിടെ ഒരു കുട്ടികളോ 1, 2, 3, 4 എത്രയാണെങ്കിലും കുട്ടികളെ മിസ്സിങ് ആയിട്ട് അവരുടെ പാരൻസ് അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവിടെ തപ്പി നടക്കുന്നില്ല. ഈ മിസ്സായ കുട്ടികളൊരു വല്ലാത്ത സിറ്റുവേഷനിൽ പോകുമ്പോൾ അതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇവർക്ക് എന്താ പറയുക, കുറേ ആൾക്കാർക്ക് മുന്നിലുള്ള, ഞാൻ എല്ലാവരും പറഞ്ഞില്ല, കുറച്ചെണ്ണത്തിന് മുന്നിലുള്ളവർക്ക് സെൽഫി വേണം, ഫോട്ടോ കൊടുക്കണം, ടൊവീനോനെ തൊടണം, കാണണം. എടീ, ഒരു വട്ടം ഇങ്ങനത്തെ ഒരു ക്രൗഡിൽ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വണറബിൾ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവും. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നവരെയുള്ള ടെൻഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. നമ്മളതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാത്ത സമയത്ത് അടിച്ചുപൊളി ആഘോഷം, അതിന് വന്നാൽ അത് വന്നാൽ മതി എന്നുള്ള, അവിടെ അത്രയും സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ഒരു തരത്തിലും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം 7 അയൽവക്കത്ത് കൂടി പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഇമ്മാതിരി ടീംസിൻ്റെ കുറേ കൂത്താട്ടം. ഇനി ഇതിനിടയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ടൊവീനോ സംസാരിക്കുമ്പോൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ കമൻ്റ് അടിക്കുന്ന കുറേ ടീമുകളുണ്ടല്ലോ, സിനിമ നല്ല മൂഡിൽ പോവും, അല്ലെങ്കിൽ സിനിമ അവർക്കത് ആസ്വദിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഇരുന്നൊരു ചീഞ്ഞ കൗണ്ടറും കോമഡിയൊക്കെ അടിക്കുന്ന ടീംസ്. അതുപോലൊരു വേട്ടാവളിയൻ ഇതിനകത്ത് ഈ കുട്ടികളെ കാണാനില്ലാതെ പറഞ്ഞ ടൊവീനോ അവിടെ നിന്നിട്ട് ബാക്കിലോട്ട് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഒരുത്തും പറയും ഇവിടെ ഉണ്ട്.
ഈ നാറീൻ്റെ ഒക്കെ വീട്ടിൽ നിന്നാണ് ഒരാളെ കാണാതെ, ഇവൻ്റെ വേണ്ടപ്പെട്ടവരെയാണ് കാണാതായെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ചത്ത കോമഡി അവിടെ അടിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ വീഡിയോ നിങ്ങൾ ചെയ്യാം. ഇവിടെ നിന്ന് ഈ പേരുകളിൽ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാത്ത് ഉണ്ടോ? ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തെ, പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയൂ നിങ്ങളെയാണ് ഈ പേര് വിളിച്ചതെന്ന് പറയൂ. അവരെ കിട്ടുന്നവരെയും അവരുടെ ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ നമുക്കും ആ സമാധാനം ഉണ്ടാവരുത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കൂ പ്ലീസ്. ടൊവിനോയ്ക്ക് ഇപ്പം അതിൻ്റെ ഒരു കാര്യമില്ല. രഞ്ജിനി ഹരിദാസിന് വളരെ ഈസി ആയിട്ട് അത് പറഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ അവർക്ക് ഓർഗനൈസേഴ്സിൻ്റെ വേറൊരാളെ ഭാഗത്തുനിന്ന് ഒരാൾ വന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എന്നെ കുട്ടികളെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോവാം. ഈ ചങ്ങായിക്ക് ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ പരിപാടി തീർത്തിട്ട് വേറെ എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ് ടൊവിനോ. ആ ഇവൻ്റ് തീർക്കണം. അതിൻ്റെ ഇടയിലും ഇവർ ഈ എഫേർട്ട് എടുത്ത് അവർ വന്നൊരു ഇവൻറ്റിൻ്റെ ഇടയിൽ ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അവർ മൈക്ക് എടുത്തിട്ട് എന്ത് പറയുന്നത്, ഈ കുട്ടികളുടെ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാ കറക്റ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുത്ത് നിന്ന് പറയുക അതാ ഇവിടെ ഉണ്ട്. സീരിയസ്ലി മാൻ, ഇവനൊന്നും ഒരു തരത്തിലുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ജീവിതത്തിലില്ല, ഒരു തരത്തിലുള്ള സെൻസ് ഇല്ല. മനസ്സിലായില്ലേ? അതാണ് സ്വന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അല്ലാത്ത പക്ഷം അവിടെ എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ എന്തോ വിളിച്ചു പറഞ്ഞോട്ടെ, ടൊവിനോനെ 2 കളിയാക്കുക, ഒരു സെലിബ്രിറ്റി എന്തോ പറയല്ലേ, ആ മൂഡാണ്. ഈ മൈൻഡ് സെറ്റിലുള്ള കുറേ വേട്ടാവളിയന്മാരുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തിയേറ്ററിലെ ഈ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ പുറത്തിറങ്ങി ഇങ്ങനെ ചെറിയ എന്താ പറയുക ചീഞ്ഞ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ സ്ഥലകാല ബോധമില്ലാത്ത ഇതേപോലുള്ള കുറേ റിപ്ലൈകൾ, മനസ്സിലായോ? അതുകൊണ്ട് എന്തോ മാസ്സാവുകയാണെന്നാണ് വിചാരം. അങ്ങനത്തെ കുറേ എണ്ണങ്ങൾ യുറ്റങ്ങളൊക്കെയാണ് പറയുന്നത് കൂടിപ്പോകും. ഇനി ഇത് മാത്രമല്ല, രഞ്ജിനി ഹരിദാസ് കൊടുത്തൊരു അടിയുണ്ട്, നല്ല 1.5. രഞ്ജിനി പിന്നെ അങ്ങനത്തെ ഒരു സ്കീമാണല്ലോ, മിണ്ടാതിരിക്കില്ല. രഞ്ജിനി പറയാനുള്ളത് പറഞ്ഞിട്ട് പോകും. ഒരാൾ കാണുന്നില്ല എന്ന് പറയുമ്പോ തമാശ, ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് ഒരെണ്ണം എന്റെ മുഖം ഞാൻ മറക്കൂല. ഓക്കെ, കണ്ടിന്യൂയിങ് ഓൺ. അതനുണ്ട് വളരെ നന്നായി. അങ്ങനെയുള്ളവന്മാർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. അവരങ്ങനെ നിന്ന് പറയുമ്പോൾ ഈ പാരൻസ് അടക്കം സ്റ്റേജിൻ്റെ മുകളിൽ കയറി കുട്ടികളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് അവരാ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ചീഞ്ഞ വളിഞ്ഞ കൗണ്ടേഴ്സും അടിച്ച് ചൊത്ത വർത്താനവും വിളിച്ച് പറഞ്ഞ് നടക്കുക. രഞ്ജിനി ആണ് ആങ്കർ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടിയത്. ഈവൻ ടൊവിനോ ആണെങ്കിലും അങ്ങനത്തെ റെസ്പോൺസ് കൊടുത്തില്ല. ഒരു റെസ്പെക്ട്ഫുള്ളി പറയുന്നത് എന്താ ചേട്ടാ എന്തിനാ സിറ്റുവേഷൻ. പക്ഷെ രഞ്ജിനി അങ്ങനെയല്ല, കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുഖം ഞാൻ മറക്കില്ല, കാണിക്കും എൻ്റെ മുഖം ഫുൾ സ്ക്രീനിൽ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ വേണം. 4 ആളെ മുന്നിൽ തൊലി ഉരിയണം, അപ്പം കിട്ടും. അപ്പം എന്താ പറയുക, പിന്നെ ഒരു സ്റ്റേജിൽ ഇത് പറയില്ല. ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ആ സിറ്റുവേഷൻ്റെ അവസ്ഥ എന്താണെന്നും അല്ലെങ്കിൽ അവിടെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നുള്ളതൊക്കെ പിന്നെ മനസ്സിൽ കയറി തുടങ്ങും. 4 ആളെ മുന്നിൽ മാസ്സാവാൻ വേണ്ടി ഇങ്ങനത്തെ കൊണച്ച ഡയലോഗും കൊണച്ച മറ്റേ വർത്താനം പറയുന്നവർക്ക് അതേ കൊണ തിരിച്ച് കിട്ടിയാണ്ടല്ലോ 4 ആളെ മുന്നിൽ നിന്ന് തൊലിയുരിയും. അപ്പം മനസ്സിലാവും ആ വൃത്തികെട്ട ഷെയിംഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നമ്മളെ നാട്ടുകാർക്ക് എന്താ പറയുക, ഇത് ഓക്കെ ഫെസ്റ്റിവലാണ്, ആഘോഷമാണ്, അല്ലെങ്കിൽ 4 ആൾ കൂടുമ്പോൾ ആ ഒരു വൈബ് ആസ്വദിക്കണം, എല്ലാം ഓക്കെയാണ്. പക്ഷേ സ്വയം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നമുക്കില്ലേ, അതെല്ലാവർക്കും വേണം. ഞാനും ഒരു ടൈമിൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആഘോഷിക്കാനും കൂട്ടം കൂടാനൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയുക, ഇപ്പം പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലത്തെ ക്രൗഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻ്റ് ഒക്കെ കുറഞ്ഞു പോയി. ആൾക്കാർക്കേ സ്വയം റെസ്പോൺസിബിലിറ്റി ഇല്ല. ചുമ്മാ അങ്ങോട്ട് കേൾക്കുമ്പോഴേ ഓടിത്തള്ളി കയറിയാണ് ചെല്ലും. അവിടെ എന്താ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചേ, അവിടുത്തെ ഒരു കപ്പാസിറ്റി എന്താ, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഡേഞ്ചറിലാണോ പോയി നിൽക്കണേ, അങ്ങനത്തെ ഒരു ധാരണകളും ഇല്ല. ഓക്കെ, ഇത് ഇങ്ങനെ പോയി നിൽക്കണം, ആഘോഷിക്കണം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നൊരു 4 ആളെ കാണണം, അത് 2 റീലാക്കണം, അത് സോഷ്യൽ മീഡിയയിൽ ഇടാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കാനോ വേണ്ടിയിട്ട്. അതിന് വേണ്ടി പോകുന്നത് സ്വന്തം ജീവനാണെന്നുള്ളതൊന്നും ചിന്തിക്കണമൊന്നുമില്ല. പിന്നെ പാരൻസ് പോകുമ്പോൾ കുട്ടികളെയും കൊണ്ടാണ് പോകും. ഈ മക്കളും വയസ്സായവരൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. ഈ രോഗികൾ സ്വയം മാറി നിൽക്കേണ്ടതോ
കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ സേഫായിട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ചെയ്യുന്ന പരിപാടിയാണോ ഇതൊക്കെ? അതൊന്നുമില്ല. പോവാ ഒറ്റ മൈൻഡ് പോവാ. ഒറ്റ മൈൻഡൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിലൊന്നും ഒറ്റ മൈൻഡ് ഇട്ടിട്ട് ഒരു കാര്യമില്ലടേ. പോയി വല്ല കുട്ടികൾ എന്തെങ്കിലും സംഭവിച്ചാലോ, അവിടെ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായാലൊക്കെയാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുക. അപ്പോൾ പിന്നെ നേരെ തിരിയും, സിസ്റ്റത്തിന് നേരെ തിരിയും, ഓർഗനൈസിങ്ങിൻ്റെ നേരെ തിരിയും. സ്വന്തം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തപ്പോൾ പിന്നെ എങ്ങനെ തിരിയും? ദുരന്തം ഉണ്ടായ പിന്നെ അങ്ങനെ യൂട്ടേണാ. പിന്നെ ആദ്യം ഇതൊക്കെ എന്താ പറയുക, ഈ സൊസൈറ്റി മാറുന്നു, അഡ്വാൻസ്ഡ് ആവുന്നു, ഇമ്പ്രൂവ് ആവുന്നു, നമ്മൾ ഭയങ്കര മോസ്റ്റ് മോഡേൺ ക്രൗഡ് സ്വയം മലയാളികൾ പറയാറുണ്ടല്ലോ. പക്ഷെ ടു ബി ഹോണസ്റ്റ് പറയാലോ, ഇങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രാകൃതമായിട്ട് എന്തെന്നാണ് ഈ അണ്ണന്മാർ കാണിക്കുന്നത്, എന്താണ് ഈ ബംഗാളികൾ കാണിക്കുന്നത്, അത്രയൊക്കെ തന്നെ മലയാളിയില്ലേ, എന്തേ മലയാളി കാണിക്കുന്നത് സ്കീമാ. സ്വയം കണ്ണാടി നോക്കി പറഞ്ഞിട്ട് പോവാ, ആ അവസ്ഥയാണ്.